5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇവിടെ കുറച്ച് ആളുകൾ ഭരണഘടനയാണ് സംഭവം എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കും. ഭരണഘടനയാണ് സംഭവം, യാതൊരു തർക്കവുമില്ല. ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയാണ്, കോൺസ്റ്റിറ്റ്യൂഷനാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വേദഗ്രന്ഥം. ബാക്കി വേദങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ മതഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ട്, അത് നിൽക്കട്ടെ. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ വേദഗ്രന്ഥം ഭരണഘടന തന്നെയാണ്. ആ ഭരണഘടന ലിഖിതമായ ഭരണഘടന ആയതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലോകത്ത് വലിയ അംഗീകാരവുമുണ്ട്. ആ ഭരണഘടനയുടെ തുടക്ക സ്ഥലത്ത് വി ദ പീപ്പിൾ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് കൊണ്ട് നമ്മൾ ഇന്ത്യക്കാരെന്നുള്ള കൺസെപ്റ്റിൽ വലിയ കൺസെപ്റ്റാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ രാമനെയൊക്കെ ഒരുപാട് തെറി പറയുമല്ലോ. രാമൻ ശരിയല്ല, രാമൻ കുഴപ്പമാണെന്നൊക്കെ. സുൽപിളയിടം, അവസാനം വന്ന് വേടൻ, പിന്നെ വൈശാഖൻ, ഇങ്ങനെ എല്ലാവരും ആ വായിൽ തോന്നുന്ന ആർക്കെല്ലാം ഒരു അവസരം കിട്ടുമോ അപ്പോഴെല്ലാം രാമനെ കുറച്ച് പേര് തെറി പറയുന്നുണ്ട്. പക്ഷേ രാമൻ ലക്ഷ്മണനുമായി ചേർന്ന് ലങ്കയിൽ പോയി രാവണനെ വധിച്ചതിന് ശേഷം രാവണനെ നിന്ന് സീതയെ രക്ഷിച്ചുകൊണ്ട് വരുന്നൊരു ചിത്രമുണ്ട്. ഈ ചിത്രം ഭരണഘടനയുടെ 3-ാം പാർട്ട് 3-ൽ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററുണ്ട്. മൗലിക അവകാശങ്ങൾ, ഓരോ മനുഷ്യൻ്റെയും മൗലിക അവകാശങ്ങൾ, ഒരു പൗരൻ്റെയും. അവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രം അതാണ്. ആരെങ്കിലും ഇത് വേണ്ട എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഞങ്ങൾ ഭരണഘടനയിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? സത്യമേവ ജയതേ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ കോടതിയിൽ ചെല്ലുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നത് സത്യമേവ ജയതേ. എന്താണ് ഈ സത്യമേവ ജയതേ? എവിടെ നിന്നെടുത്തു? മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്തു. എവിടെ സനാതനധർമ്മം? ഉപനിഷത്ത് എവിടെയെന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ്. മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്തു. എന്താണ് മുണ്ടകോപനിഷത്തിൽ പറയുന്നത്? സത്യമേവ ജയതേ നാനുദം സത്യേന പന്ഥാ പിതതോ ദേവയാ ഏന കർമ്മർഷയോ ജ്ഞാപ്യദധാമ എത്ര തത് സത്യസ്യ പരമം നിദാനം. സത്യം മാത്രം ജയിക്കുന്നു. ഇതാണ് ഗാന്ധിജിയും പറഞ്ഞത്. ഗാന്ധിജി അതുകൊണ്ടാണ് സത്യത്തിൽ ഇത്രയും മുറുകെ പിടിച്ചത്, സനാതനധർമ്മമായതുകൊണ്ടാണ്. അന്യതം അല്ല, മറ്റൊന്നുമല്ല. സത്യമാകുന്ന പന്ഥാവിലൂടെ, സത്യമാകുന്ന വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. മഹത്തുക്കൾ ദേവവധം പ്രാപിക്കുന്നവരാണ്. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് പരമമായ സത്യത്തെ പ്രാപിക്കുന്നവരാണ് ദേവന്മാർ. അപ്പം നിങ്ങൾ ദേവന്മാരാകണം, സത്യത്തെ പ്രാപിക്കണം. സത്യമേവ ജയതേ. അപ്പോൾ സത്യമേവ ജയതേ എന്നുള്ള സങ്കല്പമായാലും, അതുപോലെ തന്നെ നമ്മുടെ ശ്രീരാമനെ ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്ന മൗലികാവകാശങ്ങളെ സംബന്ധിക്കുന്ന പേജിൻ്റെ മുകൾ ഭാഗത്ത് വച്ചിരിക്കുന്നതായാലും വളരെ പ്രധാനമാണ്. അങ്ങനെയുള്ള രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ ഒരു മതേതരവുമില്ല. യഥാർത്ഥത്തിൽ സത്യവും ധർമ്മവും നീതിയാണ് ഇവിടെ നോക്കിയിരിക്കുന്നത്. അത് രാമൻ ഹിന്ദു ആയതുകൊണ്ട് വച്ചതല്ല, അങ്ങനെ ഒരു മണ്ടത്തരവൊന്നും കാണിച്ചതല്ല, ആരും ഒരു മണ്ടത്തരവും ചെയ്തു പോയതല്ല, അറിയാതെ ചെയ്തു പോയതല്ല. സത്യത്തിൻ്റെയും നീതിയുടെയും പ്രതീകമായി രാമനെ അവതരിപ്പിച്ചത് കൊണ്ടാണ് രാമന് വേണ്ടി അങ്ങനെ രാമൻ്റെ ചിത്രവും സീതയുടെ ചിത്രവുമൊക്കെ ഭരണഘടനയിൽ വച്ചിരിക്കുന്നത്. ആ ഭരണഘടനയെ സ്വത്താണ് നമ്മൾ സത്യം ചെയ്യുന്നത്. മന്ത്രിമാരായാലും MLA മാരായാലും എല്ലാവരും, പ്രസിഡൻ്റായാലും എല്ലാവരും ആ ഭരണഘടനയിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ആളുകൾ ഇവിടെ നാട്ടിൽ കിടന്ന് രാമനെ ഇത്രയും തെറി പറയുക, അല്ലെങ്കിൽ സീതയെ തെറി പറയുക, ഗർഭിണിയായ സീതയെ രാമൻ എന്തിനാണ് ഉപേക്ഷിച്ചതെന്ന് ചോദിക്കുക. വളരെ 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 മോശം. രാമരാജ്യം ആരുടെ രാജ്യം? അത് രാമൻ്റെ രാജ്യമെന്ന് പറയുന്ന രാമരാജ്യം ആരുടേത്? സത്യത്തിൻ്റെ രാജ്യം, നീതിയുടെ രാജ്യം, ധർമ്മത്തിൻ്റെ രാജ്യം, ഒരുപാട് ധർമ്മം ഉയർത്തിപ്പിടിക്കേണ്ടുന്ന രാജ്യം, ഒരുപാട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ധർമ്മം ഉയർത്തിപ്പിടിക്കേണ്ട രാജ്യം. അങ്ങനെയുള്ള മഹത്തായ രാജ്യത്തിൻ്റെ ഒരു പരമ്പരയുണ്ട് നമ്മൾ. ആ പരമ്പരയുടെ അവസാന കണ്ണികളാണ് അയ്യങ്കാളിയും അയ്യാഗുരുവും ചട്ടമ്പിസ്വാമികളും വൈകുണ്ഠസ്വാമികളും ഇപ്പോഴുള്ള ഒരുപാട് സനാതന ധർമ്മികളായിട്ടുള്ള സന്യാസിവര്യന്മാർ. ഞാൻ യഥാർത്ഥ സന്യാസിവര്യന്മാരെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ തർക്കമുണ്ടാക്കി വഴക്കുണ്ടാക്കി കാവ്യ കൊടുത്ത് നടക്കുന്ന ആളുകളെക്കുറിച്ച് നമുക്ക് അഭിപ്രായമില്ല. കച്ചവടമായിട്ടൊക്കെ നടക്കുന്നവരെ കുറിച്ച് ഒരു അഭിപ്രായമില്ല, അത് പോട്ടെ. പക്ഷേ യഥാർത്ഥ ഋഷീശ്വരന്മാരും അതൊരു പരമ്പരയാണ്. അത് വേദ പരമ്പരയിൽ നിന്ന് തുടങ്ങിയതാണ്. അവിടെ ജാതിയും മതവും വർഗവും ഗോത്രവും അടിയാളരും ഉടയാളരും ഒന്നുമില്ല, മനുഷ്യർ മാത്രം. അങ്ങനെ മനുഷ്യന് മാത്രം അവസരമുണ്ടായിരുന്ന, ജീവനുകൾക്ക്, എല്ലാ ജീവനുകൾക്കും പ്രാധാന്യം കൊടുത്തിരുന്ന ആദി കാവ്യം എഴുതിയ വാൽമീകി ആയാലും, മഹാഭാരതം എഴുതിയ വ്യാസനായാലും, ഇനി കറുത്തവനായി ജനിച്ച കൃഷ്ണനായാലും, ആരായാലും ശരി തന്നെ, എല്ലാവരെയും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന വലിയൊരു പരമ്പരയുടെ ബാക്കി പത്രമായിട്ടാണ് ഈ ഉപനിഷത്തുകളിൽ പറയുന്ന കാര്യങ്ങൾ.
അല്ലെങ്കിൽ പുരാണങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ, ഇതിഹാസങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിലും നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളിലുമൊക്കെ ചേർത്ത് വച്ചിരിക്കുന്നത്. ഇതെല്ലാ സംവിധാനങ്ങളും അനുഭവിക്കുകയും എല്ലാം അറിയുകയും ചെയ്തിട്ട് ഇതിനെ തള്ളിപ്പറയുക എന്നുള്ളത് ഒരു ഫാഷനായി മാറിയിട്ടുണ്ട്. ഈ അടുത്തിടെയായിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം ആളുകളാണ് പല ഫോൾഡറുകളിൽ വന്ന് തള്ളിമറിക്കുന്നത്. ഭരണഘടനയെ ഉയർത്തിപ്പറയും, രാമനെ തള്ളിപ്പറയും, ഭരണഘടനയെ ഉയർത്തിപ്പറയും, ഉപനിഷത്തിനെ തള്ളിപ്പറയും. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഈ ഉപനിഷത്തിലും രാമനിലും കൃഷ്ണനിലും ഒന്നും പറയാത്തൊരു കാര്യം ഒരു ഭരണഘടനയിലുമില്ല. അതാണ് ലോകത്തിലേത് ഭരണഘടന എടുത്താലും അവിടെയും സത്യവും ധർമ്മവും നീതിയും ന്യായവും സഹിഷ്ണുതയൊക്കെ എഴുതി വച്ചിട്ടുണ്ട്, അഹിംസയൊക്കെ എഴുതി വച്ചിട്ടുണ്ടാവും. അത് ഭാരതത്തിൻ്റേതാണ്, നമ്മുടെ സനാതനത്തിൻ്റേതാണ്.